കാത്തിരിപ്പും മറക്കുന്നതും വേദന നിറഞ്ഞതാണ്. എന്നാൽ ഏതു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നതാണ് ഏറ്റവും ദയനീയമായ ദുരിതം. മനീഷ കൊയ്രാളയുടെ ജീവചരിത്രം, അതായത് ക്യാൻസർ ബാധിച്ച് ക്യാൻസർ മുക്തമായതിനു ശേഷം അവർ എഴുതിയ അമരതാരം എന്ന പുസ്തകത്തിൽ അവരുടെ ശസ്ത്രക്രിയ വിജയകരമായി കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ലോവൻ കാറ്ററിംഗ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഡെന്നിസ് ജി, അദ്ദേഹം കൊറിയൻ നാഷണലാണ് എങ്കിലും അവിടെ അമേരിക്കയിൽ ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ ശസ്ത്രക്രിയയിൽ അതിൽ തന്നെ ഗർഭാശയ ക്യാൻസർ, അർബുദത്തിന് വിധേയമാകുന്നവർക്കുള്ള ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ സർജറി ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ ഡെന്നിസ് ജി. അദ്ദേഹത്തിൻ്റെ കീഴിൽ 11 മണിക്കൂർ നീണ്ട ഏറ്റവും വലിയ സങ്കീർണമായ ശസ്ത്രക്രിയ കഴിഞ്ഞു. അവർ വിജയകരമായി ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നൊക്കെയുള്ളത് കഴിഞ്ഞു. അടുത്ത ഇനി പറയാൻ പോകുന്നത് 16 തരത്തിലുള്ള 16 സെഷനായിട്ടുള്ള കീമോതെറാപ്പിയാണ്, രാസചികിത്സയാണ്. ഈ രാസചികിത്സയിലേക്ക് പോകുമ്പോഴുള്ള മനുഷ്യയുടെ മാനസിക അവസ്ഥയാണ് അവർ പറയുന്നത്. പറയുന്നത് ഈ രോഗനിർണയത്തിന് ശേഷം 2012 ഡിസംബർ 10 സർജറി വിജയകരമായി നടന്നു എങ്കിലും ഇനി അടുത്തത് എന്ന് പറഞ്ഞ് മുറിവുകൾ ഉണങ്ങിയതിന് ശേഷം അവരുടെ ഈ പറഞ്ഞ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അടിവയറ്റിൻ്റെ ഭാഗം വരെ നടത്തിയ ശസ്ത്രക്രിയ, അതെല്ലാം തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അതെല്ലാം ക്ലിപ്പ് ചെയ്തു. നമ്മൾ പേപ്പറൊക്കെ ക്ലിപ്പ് ചെയ്യുന്നത് പോലെ സ്റ്റേപ്ലർ വെച്ച് ക്ലിപ്പ് ചെയ്തായിരുന്നു ഇരുന്നത്. ഇപ്പോഴത് മുറിവൊക്കെ ഏതാണ്ട് ഉണങ്ങി എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേക്കും ആ സ്റ്റേപ്ലർ ക്ലിപ്പുകളെല്ലാം മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർക്ക് രാസചികിത്സയാണ്, കീമോതെറാപ്പിയാണ് നൽകേണ്ടത്. കീമോതെറാപ്പിക്ക് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരുടെ മാനസിക വ്യഥ എന്ന് പറയുന്ന ഈ രോഗനിർണയത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ, ഈ ദിവസം വരെയും, കീമോതെറാപ്പി തുടങ്ങുന്നത് വരെയും അവർ പലതരത്തിലുള്ള മാനസിക ആഘാതങ്ങളിലൂടെ കടന്നു പോകുന്നു. ആശങ്കയും വേദനയും അവരുടെ വല്ലാത്ത രീതിയിൽ അവരെ ബാധിക്കുകയും അവർ ആ ദുർഗതിയിൽ അതികഠിനമായി തന്നെ വ്യസനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 2, അവർ ഈ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരിക. കാരണം ഇത്തരത്തിലുള്ള സർജറിയൊക്കെ നടക്കുമ്പോൾ തന്നെ മറ്റാരെയും കൂടെ ഇരുത്താൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു സാഹചര്യം. അപ്പോഴൊക്കെ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. ഒറ്റപ്പെടൽ അവർക്ക് ബാല്യകാലം മുതൽ അവർക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നൽകാറുള്ളത്. ഇനി അവരിപ്പോൾ കാത്തിരിപ്പും അതുപോലെ തന്നെ അവരെ ഏറെ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അവർ കാത്തിരിക്കുന്നത് എന്നാണ് രാസചികിത്സ, കീമോതെറാപ്പി നടത്തുക എന്നുള്ളതാണ്. കീമോതെറാപ്പിക്ക് ഡോക്ടർ വിക്കി മാക്കർ അവരാണ് അതിൻ്റെ ഏറ്റവും പ്രസിദ്ധയായവർ. അവർ ഈ സ്ലോവൻ കാറ്ററിംഗ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജിക്ക് ശേഷം പിന്നെ പ്രശസ്തയാണ്, കീമോതെറാപ്പിക്ക് പ്രശസ്തയാണ് ഡോക്ടർ വിക്കി മാക്കർ. അവരുടെ കീഴിൽ അവർ വന്നു. എല്ലാ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ഇവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും വിശദമായി പരിശോധിച്ചു. 16 സെഷൻ കീമോതെറാപ്പി ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. കീമോതെറാപ്പിക്ക് വേണ്ടി അവർ മനീഷയിൽ നിന്നും നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നുള്ളതാണ്. നിരവധി പേപ്പറുകളിൽ ഒപ്പിടുമ്പോൾ തന്നെയും അവർ മനീഷയോട് പറഞ്ഞു, മനീഷ, ഡോക്ടർ ഡെന്നിസ് ജി നേരത്തെ 25 വർഷം സർജറി കഴിഞ്ഞാൽ 25 വർഷം ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞതിനെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് 5 വർഷം എന്തായാലും ജീവിക്കും എന്നുള്ള കീമോതെറാപ്പി സ്പെഷ്യലിസ്റ്റിൻ്റെ അഭിപ്രായം കേട്ടപ്പോഴേക്കും മാനസികമായി തകർന്ന മനീഷയാണ് നമ്മൾ കാണുന്നത്. മനീഷയോട് ഡോക്ടർ വിക്കി മാക്കർ പറയുന്നു, 5 വർഷം നിങ്ങൾ ജീവിച്ചിരിക്കും, അത് ഉറപ്പ് തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ശരീരം ഏത് രീതിയിൽ കീമോതെറാപ്പിക്ക്, ഈ രാസചികിത്സയ്ക്ക് സഹകരിക്കുന്നു, അത് എത്രത്തോളം രാസചികിത്സയുമായി ബന്ധപ്പെട്ട് ശരീരം പൊരുത്തപ്പെടും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കൂടാതെ സൈഡ് ഇഫക്ട്സ്, ഈ രാസചികിത്സ നടത്തുമ്പോഴുണ്ടാകുന്ന പാർശ്വഫലങ്ങളായിട്ട് വരുന്നത് എന്ന് പറയുന്നത് സ്ഥായിയായി ഹൃദയത്തിന് തകരാറുണ്ടാകുക, സ്ഥായിയായി കൈകാലുകൾ വിറയ്ക്കുക, സ്ഥായിയായി തന്നെ കണ്ണിന് കാഴ്ച കുറയുക, ചെവിക്ക് കേൾവിക്കുറവുണ്ടാകുക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ മാത്രവുമല്ല, ഈ സർജറിക്ക് ശേഷം അവർക്ക് നടക്കുക എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു, അല്പമെങ്കിലും നടക്കുക, എപ്പോഴും ഒരു 1/2 കിലോമീറ്റർ നടക്കുക, അല്ലെങ്കിൽ പറ്റുന്നത്ര 5 മിനിറ്റോ 10 മിനിറ്റോ നടക്കുക എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് കാല് നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. കാലിൽ ഏതാണ്ട് നീര് ബാധിച്ചിട്ട് കാല് എന്തോ ഒരു ലവണത്തിൽ ചവിട്ടി നിൽക്കുന്നത് പോലുള്ളൊരിതാണ്. കാലിന് ഉറപ്പിപ്പോഴേ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അത് കാലാന്തരത്തിൽ മാറുന്നുമുണ്ട്. പക്ഷേ ഈ രാസചികിത്സയിലുണ്ടാകുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ച് അവർ ഭയങ്കരമായി ആശങ്കപ്പെടുന്നു. അവർ ശരിക്കും
ശരിക്കും ഹൃദയഭാരം കൊണ്ട് അവർക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതെല്ലാം രാസചികിത്സ ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. രാസചികിത്സയ്ക്ക് വിധേയമാകാൻ വേണ്ടി തന്നെ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ജനുവരി 16-ന് രാസചികിത്സയ്ക്ക് തീരുമാനമാകുന്നു. രാസചികിത്സയ്ക്ക് തൊട്ട് മുമ്പ് നോക്കുമ്പോഴേക്കും അവർക്ക് ഈ ശസ്ത്രക്രിയ നടന്നതിനിടയിൽ തന്നെ വയറ്റിൽ, ഉദരത്തിൽ അവർക്ക് 2 വലിയ ഉണങ്ങാത്ത മുറിവുണ്ട്. വലിയൊരു ഹോള് പോലുള്ള വലിയൊരു ദ്വാരം, 2 ദ്വാരങ്ങളുണ്ടായിരുന്നു. ആ ദ്വാരത്തിനകത്ത് വെളുത്ത എന്തോ ഒരു ഇത് കാണുന്നുണ്ട്. അത് പഴുപ്പാണോ എന്നൊന്നും അവർക്ക് തന്നെ അത് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്ത് പറഞ്ഞാലും ആ മുറിവ് ഉണങ്ങാതെ, കാരണം രാസചികിത്സ തുടങ്ങുമ്പോഴേക്കും അതിനകത്ത് ഉദരത്തിനകത്തേക്ക് കടത്തിവിടുന്ന രാസചികിത്സയുടെ വസ്തുക്കൾ, അതിൻ്റെ കെമിക്കലുകൾ ഈ മുറിവിനെ വേറെ രീതിയിൽ അണുബാധയ്ക്കും മറ്റ് കാരണങ്ങൾക്കും ഇടയാകും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടെ വരുന്നുണ്ട്. എന്നാലും രാസചികിത്സ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഡോക്ടർ വിക്കി മാക്കറിൻ്റെ അഭിപ്രായത്തോടു കൂടി അവർ വിധേയയാകുന്നു. തുടർന്ന് രാസചികിത്സ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ രാസചികിത്സയുടെ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ രാസചികിത്സ തുടങ്ങുന്നതിനിടയ്ക്ക് അവർ യഥാർത്ഥത്തിൽ താമസിക്കുന്ന വീട്ടിൽ അവരൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയിരുന്നു. ഹോട്ടലിൽ നിന്നും മാറി ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അവിടെ അവർക്ക് സ്വാദുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം രാസചികിത്സ തുടങ്ങിയാൽ തന്നെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പാർശ്വഫലം എന്ന് പറയുന്നത് ലോഹത്തിൻ്റെ, മെറ്റലിൻ്റെ ടേസ്റ്റ്, സ്വാദ് വായിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾക്കൊന്നും ഒരു സ്വാദും കാണില്ല. ഭക്ഷണം കഴിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. ആ രീതിയിലുള്ള വിഷമങ്ങൾ എല്ലാം തരണം ചെയ്യാനാണ് അവർ വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കുടുംബസമേതം മാറുകയും മനീഷയ്ക്ക് താല്പര്യമുള്ള ഭക്ഷണം, വാക്യരുചിയായ ഭക്ഷണം ഉണ്ടാക്കാൻ മനീഷയുടെ അമ്മ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം സമാഹരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം മനീഷയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ സ്വതവേ ഒരു ഇൻട്രോവർട്ടാണ്. അദ്ദേഹം ഒരു അധോമുഖമായിട്ട് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം വായിച്ചതിൽ തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നു, വായനയിലും മറ്റും മുഴുകുന്നു. പതിവില്ലാത്ത രീതിയിൽ അപരിചിതരോട് സംസാരിക്കുന്നു. കാരണം അവരുടെ മകൾക്ക് ബാധിച്ചിരിക്കുന്ന ഈ മാരക രോഗത്തിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതിലുപരി മകളെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് മകൾക്കിപ്പോൾ വന്നിരിക്കുന്ന ദുർഗതിയെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം നിൽക്കുന്നു. അത് മനീഷ തന്നെ പറയുന്നു. മനീഷയുടെ പിതാവിൻ്റെ അച്ഛൻ്റെ ദുഃഖം കാണാനോ അച്ഛൻ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത മനപ്രയാസം മനീഷയ്ക്ക് സഹതാപം തോന്നുന്നു അപ്പനോടും അമ്മയോടും. ഒപ്പം തൻ്റെ സഹോദരൻ സിദ്ധാർത്ഥനോടും അവർ സഹതപിക്കുന്നു. കാരണം അനിയനായ സിദ്ധാർത്ഥൻ ഇങ്ങനെ ഒന്നും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തൻ്റെ സഹോദരി, അതായത് മനീഷ, ഇത്തരത്തിലുള്ള ദുർഗതിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഓടി നടന്ന് അപരിചിതമായൊരു നാട്ടിൽ, ഇത്രയും വലിയൊരു ലോകത്ത് ഓടി നടന്ന് കാര്യങ്ങളെല്ലാം സ്വരൂപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മൊത്തത്തിൽ എന്തായാലും രാസചികിത്സയ്ക്കുള്ള തീരുമാനം ഉറപ്പിച്ചു. രാസചികിത്സയ്ക്ക് വേണ്ടി മനീഷ മാനസികമായി തയ്യാറെടുക്കുന്നു. മനീഷയുടെ മാനസികാവസ്ഥയിൽ ഈ പറഞ്ഞ രാസചികിത്സയിൽ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളെല്ലാം തന്നെ അവരെ പേടിപ്പെടുത്തുന്നു.